അഗ്നിജ്വാല എ ഡീപ് ലവ് സ്റ്റോറി ഭാഗം 103. കണ്ണ, ഇവിടെ വന്നിരിക്കെ. ചിത്ര അഗ്നിയെ പിടിച്ച് സെറ്റിയിലിരുത്തി. എന്താ അമ്മേ? അവൻ ചോദിച്ചു. അവരുടെ കണ്ണ് പെട്ടെന്ന് നിറഞ്ഞുപോയി. അത് കണ്ടപ്പോ അഗ്നി അവരുടെ നെഞ്ചിലേക്ക് ചാരിയിരുന്നു. ഒന്നുമില്ല അമ്മേ, ഇത്രയല്ലേ പറ്റിയുള്ളൂ, ഇനിയും കരയല്ലേ, അവൻ സ്നേഹത്തോടെ പറഞ്ഞു. സഹിക്കണില്ല കണ്ണ അമ്മയ്ക്ക്. രാവിലെ ഇങ്ങനെയല്ലല്ലോ എൻ്റെ കുട്ടി പോയേ. ഇപ്പൊ നെറ്റിയിലൊരു വെച്ചുകെട്ടും ചുണ്ടിലിങ്ങനെ മുറിയൊക്കെ ആയിട്ട് വന്നാലോ, അമ്മ എങ്ങനെ സഹിക്കും? അവര് തേങ്ങി. അഗ്നി ചിത്തിരയുടെ കവിളിൽ അമർത്തിയൊരു ഉമ്മ കൊടുത്തു. എന്റെ അമ്മേ, ഇതൊരു കുഞ്ഞു മുറിവാ. അവര് ഡ്രസ് ചെയ്ത് അതിങ്ങനെ ആക്കി. ഈ കെട്ടൊക്കെ ഉണ്ടെന്നേ ഉള്ളൂ, മുറിവ് ചെറുതാ അല്ലേടാ വ്യാസ്? അഗ്നി ആദ്യം ചിത്തുവിനോട് പറഞ്ഞുകൊണ്ട് അവസാനം വ്യാസിനോട് ചോദിച്ചു. വ്യാസ് അവനെ തറപ്പിച്ചൊന്ന് നോക്കി. അഗ്നി അവനെ ദയനീയമായി നോക്കുന്നുണ്ട്. അത് കണ്ട് വ്യാസ് ഒന്ന് നിശ്വസിച്ചു. അതെ അമ്മേ, ചെറിയ മുറിവാ, വ്യാസ് പറഞ്ഞു. അത് കേട്ടപ്പോ ചിത്തിരയുടെ മുഖത്തൊരു ആശ്വാസം നിറയുന്നുണ്ട്. റെസ്റ്റ് ഒക്കെ പറഞ്ഞിട്ടുണ്ടോ വ്യാസ്? മോഹനാണ് അത് ചോദിച്ചത്. ആച്ച ഒരാഴ്ച തല വല്ലാതെ അനക്കണ്ടെന്ന് പറഞ്ഞിട്ടുണ്ട്. വ്യാസ് പറഞ്ഞതും ചിത്തിര ആദിയോട് അഗ്നിയുടെ നെറ്റിയിലെ കെട്ടിലേക്ക് നോക്കി. അല്ല, നീ എങ്ങനെ അഗ്നിയുടെ ഒപ്പം എത്തി? നീ ഇന്ന് ഓഫീസിൽ പോയില്ലേ? മോഹൻ വ്യാസിനെ നോക്കി. ആ പോയി അച്ഛാ, ഞാൻ വീട്ടിലുണ്ടായിരുന്നു. അപ്പോഴാ അഗ്നിയുടെ മെസ്സേജ് കണ്ടേ. ഒരു ചെറിയ ആക്സിഡന്റ് പറ്റി പെട്ടെന്ന് വാന്ന് പറഞ്ഞിട്ട്. എവിടെയാന്നറിഞ്ഞപ്പോ അപ്പൊ പാഞ്ഞതാ ഞാൻ അങ്ങോട്ട്. കാറ് ടൗണിൽ തന്നെ കിടക്കുക. വ്യാസ് പറഞ്ഞതും മോഹൻ ഗൗരവത്തോടെ മൂളി. എന്നെ വിളിച്ചുകൂടായിരുന്നു ഏട്ടാ, ഞാൻ വന്നേനേലോ, അപ്പു വിഷമത്തോടെ പറഞ്ഞു. മനഃപൂർവ്വം പറയാതിരുന്നതാ. നിന്നെ വിളിക്കുന്ന സമയത്ത് കുഞ്ഞനോ അമ്മയോ അടുത്തുണ്ടെങ്കിൽ അവര് പേടിക്കില്ലേ, അത് കരുതിയിട്ടാ ഞാൻ. അഗ്നി പുഞ്ചിരിച്ചു. എന്താ, നിന്റെ ഫോൺ സ്വിച്ച് ഓഫ് ആയിരുന്നോ? മോള് പറയുന്നുണ്ടായിരുന്നു. ചിത്തിര ചോദിച്ചു. ആക്സിഡന്റ് ആയ ശേഷം ഓണാക്കിയേ, അഗ്നി എങ്ങോട്ടോ നോക്കിക്കൊണ്ട് പറഞ്ഞു. ജ്വാല നിന്നെ കുറെ വിളിച്ചിരുന്നു. പാവം കണ്ണ, എന്നും നീ ഇങ്ങനെ വാരിക്കൊടുത്തിട്ട് ഇന്ന് രാവിലെ ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കുമ്പോൾ അവളുടെ കണ്ണ് നിറഞ്ഞിരുന്നു. നീ രാവിലെ നേരത്തെ പോയതല്ലേ? ചിത്തിര ഒരു നിശ്വാസത്തോടെ പറഞ്ഞു. അഗ്നിക്ക് ജ്വാലയൊന്ന് കാണാൻ തോന്നി. ഒത്തിരി വിഷമിപ്പിച്ചു ഞാൻ എൻ്റെ കുഞ്ഞനെ. എൻ്റെ മോള് കരഞ്ഞു കാണുമോ? അവൻ ആകെ വിഷമം വരുന്നുണ്ടായിരുന്നു. ഏട്ടാ, അപ്പുവിന്റെ വിളിയാണ് ജ്വാലയിൽ നിന്നുള്ള ചിന്തയിൽ നിന്നും അഗ്നിയെ തിരികെ കൊണ്ടുവന്നത്. അവൻ എന്തായെന്ന പോലെ അപ്പുനെ നോക്കി. ആ കിച്ചു അവനങ്ങനെ വെറുതെ വിടാൻ പറ്റൂ ഏട്ടാ? എല്ലാം മാറി പൂർണ്ണ ആരോഗ്യവനായി വന്നതിന്റെ അവനിപ്പോ ഈ കാണിക്കുന്നേ. അതിനുള്ളത് കൊടുക്കണ്ടേ? അപ്പു വലിഞ്ഞു മുറുകിയ മുഖത്തോടെ ചോദിച്ചു. അഗ്നിയുടെ കണ്ണുകളിൽ പെട്ടെന്ന് ദേഷ്യം നിറഞ്ഞു. പതിയെ അവൻ അപ്പുവിനെ നോക്കിയൊന്ന് ചിരിച്ചു. ആ ചിരിയുടെ അർത്ഥം മനസ്സിലായ പോലെ അപ്പുവും വ്യാസും പരസ്പരം നോക്കി ചിരിച്ചു. ഞാൻ കുഞ്ഞനെ ഒന്ന് കാണട്ടെ, പാവം ഒത്തിരി കരയിപ്പിച്ചു ഞാൻ അവളെ. അഗ്നി അതും പറഞ്ഞ് സെറ്റിയിൽ നിന്നും എഴുന്നേറ്റു. ആ കരച്ചിലൊക്കെ ഒരു കിസ്സിൽ ഒലിച്ചു പോയില്ലേ എൻ്റെ ഏട്ടാ? അപ്പു അവനിട്ടൊന്ന് കൊട്ടി. അഗ്നി അപ്പുവിനെ കൂർപ്പിച്ചു നോക്കി. ഹീ, ഞാനൊന്നും കണ്ടില്ല. ഞാൻ കണ്ണുപൊത്തിയിരുന്നു, പക്ഷെ അച്ഛനും വ്യാസേട്ടനും കണ്ടു, അപ്പു കുറുമ്പോടെ പറഞ്ഞു. അഗ്നിയുടെ മുഖം ചുവന്നു പോയി. അത് കണ്ടപ്പോ മോഹന് ചിരി വന്നു. ചിത്തുവേ, നോക്കിയേ നീ, നമ്മുടെ മോന്റെ മുഖം ചുവക്കുന്നു, മോഹൻ ചിത്രയോട് കള്ളച്ചിരിയോടെ പറഞ്ഞു. അവനെ കളിയാക്കാതെ മോഹനേട്ടാ. ചിത്ര ചിരിച്ചു. അതെ, അഗ്നിയും പറഞ്ഞു. അയ്യോ, എന്തൊരു നിഷ്കു, ആ പെണ്ണ് ഞങ്ങളുടെ മുന്നിൽ ആകെ ചമ്മിയ പോലെ ആയിപ്പോയി. ഇങ്ങനൊരു ആക്രമണം അവള് പ്രതീക്ഷിച്ചു കാണില്ല. വ്യാസും കിട്ടിയ അവസരം മുതലാക്കി. അഗ്നി അവനെ തറപ്പിച്ചൊന്ന് നോക്കി. അത് പെട്ടെന്നായതുകൊണ്ടാ, അല്ലെങ്കിൽ എന്റെ കുഞ്ഞ് ചമ്മില്ലായിരുന്നു, അഗ്നി ഉള്ളത് പറഞ്ഞു. ഒപ്പം വ്യാസിനെ നോക്കി പുച്ഛിക്കാനും മറന്നില്ല. ഓ, ഇപ്പൊ അങ്ങനെയൊക്കെയായോ? വ്യാസ് ചുണ്ടു കൂർപ്പിച്ചു. പിന്നല്ലാതെ, വ്യാസേട്ടന് ഇവരെ പറ്റി എന്താ കരുതിയേ? ഇവരുടെ കല്യാണം കഴിഞ്ഞതിന്റെ പിറ്റേന്ന് ദേ നമ്മുടെ ആ സിറ്റ് ഔട്ടിന്റെ തിണ്ണയിലിരുന്ന് ഏട്ടൻ അവളെ പിടിച്ച് കിസ്സടിച്ചത് ഞാൻ മാത്രമേ കണ്ടിട്ടുള്ളൂ. അപ്പു തലയൊന്ന് കുടഞ്ഞുകൊണ്ട് പറഞ്ഞു. ബീച്ചിലെ കിസ്സിങ് ഞാനും, വ്യാസും പറഞ്ഞു. അപ്പു അതെപ്പോ എന്ന പോലെ വ്യാസിനെ മിഴിച്ചു നോക്കി. അതൊക്കെ ഉണ്ടായടാ, അത് വിട്. നീ എന്നെ ഒന്ന് ടൗണിലാക്കി തന്നെ, എന്റെ കാർ അവിടെ കിടക്കുക, വ്യാസ് അപ്പുവിനോട് പറഞ്ഞു. നാളെ പോവാടാ, അഗ്നി പറഞ്ഞു നോക്കി. ഇല്ലടാ, അമ്മ അച്ഛൻ അവിടെ തനിച്ചല്ലേ, ചെല്ലട്ടെ ഞാൻ, അവൻ പുഞ്ചിരിച്ചു. അഗ്നി എതിർത്തില്ല. ഞാൻ രാവിലെ വരാ, നീ നല്ലോണം റെസ്റ്റ് എടുക്കട്ടോ. കിച്ചു കുറച്ചു ദിവസം ഹാപ്പി ആയിരിക്കട്ടെ, ബാക്കി നമുക്ക് നോക്കാം അല്ലേടാ? വ്യാസിൽ കള്ളച്ചിരി. അഗ്നി ഒന്ന് ചിരിച്ചതേയുള്ളൂ. ഈ ചിരിയുണ്ടല്ലോ, ഇതെന്റെ പ്രതീക്ഷ കൂട്ടുന്നേ, വ്യാസ് അവന്റെ തോളിൽ തട്ടി പറഞ്ഞുകൊണ്ട് ചിത്രയോടും മോഹനോടും യാത്ര പറഞ്ഞ് പുറത്തേക്കിറങ്ങി. അപ്പോഴേക്കും അപ്പു പോയി കാറിന്റെ കീ എടുത്തിട്ട് വന്നു. ജ്വാലമോളോട് പറഞ്ഞേക്ക് ഞാൻ പോയിന്ന്, വ്യാസ് അഗ്നിയോട് പറഞ്ഞ് കാറിലേക്ക് കയറി. അപ്പു ഡ്രൈവിംഗ് സീറ്റിലേക്ക് കയറി കാറ് തിരിച്ചു. അഗ്നി വേഗം അകത്തേക്ക് നടന്നു. കണ്ണാ, അമ്മ കഞ്ഞി എടുക്കട്ടെ? ചിത്ര വാത്സല്യത്തോടെ ചോദിച്ചുകൊണ്ട് അവൻ അടുത്തേക്ക് വന്നു. എന്റെ കുഞ്ഞ് വല്ലതും കഴിച്ചോ അമ്മേ? അവൻ അതാണ് അറിയേണ്ടത്. ഇന്നതിന്റെ കാര്യമൊക്കെ കണക്കാ മോനെ. രാവിലെയും കാര്യമായിട്ട് ഒന്നും കഴിച്ചില്ല. ഉച്ചയ്ക്ക് കൊണ്ടുപോയതാണെങ്കിൽ അതുപോലെ ഇങ്ങോട്ട് കൊണ്ടുവന്നിട്ടുമുണ്ട്.
വൈകുന്നേരം വന്നിട്ട് ഒരു ചായ മാത്രമേ കുടിച്ചുള്ളൂ എന്ന്. ഡാൻസ് ക്ലാസ്സിലും പോയില്ല. ചിത്തിര വിഷമത്തോടെ പറഞ്ഞു. അവരുടെ പറച്ചിൽ കേട്ടപ്പോ അഗ്നിക്കും വേദന തോന്നി. ഞാൻ കാരണം ഞാൻ അത്രയ്ക്ക് നോവിച്ചു അവളെ. അവന്റെ കണ്ണുകൾ ഈറനായി. അവൻ പെട്ടെന്ന് സ്റ്റെയർ കയറി. കഞ്ഞി കുടിക്കുകണ്ണ, ചിത്തിര പറഞ്ഞു. വേണ്ട, അവള് കൂടി വരട്ടെ അമ്മേ, അവൻ വിളിച്ചു പറഞ്ഞു. ചിത്തിര മൂളി. അച്ഛൻ പിടിക്കണോ കണ്ണ? മോഹൻ അഗ്നി മുകളിലേക്ക് നടക്കുന്നത് കണ്ടു ചോദിച്ചു. അവൻ അയാളെ നോക്കി വേണ്ട എന്ന് കണ്ണു ചിമ്മി അവിടെ നിന്നും പോയി. മോഹൻ ചിത്തിരയെ ഒന്ന് തിരിഞ്ഞു നോക്കി. അവരുടെ കണ്ണൊക്കെ കലങ്ങിയിരിക്കുന്നു. എടോ, താനെന്തിനാ കരയുന്നേ? നമ്മുടെ മോനതിന് ഒന്നും പറ്റിയില്ലല്ലോ. അയാൾ ചിത്തിരയെ ചേർത്ത് പിടിച്ചു. എന്നാലും എനിക്ക് സഹിക്കുന്നില്ല മോഹനേട്ടാ. എന്തിനാ കിച്ചു എന്റെ മോനെ ഇങ്ങനെ? അവരുടെ വാക്കുകൾ ഇടറി. മോഹൻ അവരെ തന്നോട് ചേർത്ത് പിടിച്ചു. അത് പോട്ടെടോ, ഇത്രയല്ലേ പറ്റിയുള്ളൂ. അങ്ങനെ കരുതാ നമുക്ക്. പിന്നെ അവന് കുഴപ്പമൊന്നുമില്ല. ഉണ്ടായിരുന്നെങ്കിൽ അവൻ മോളെ ഇങ്ങനെ പിടിച്ച് ഉമ്മ വെക്കുമായിരുന്നോ? കുരുത്തം കെട്ടവൻ. മോഹൻ അതും പറഞ്ഞ് പൊട്ടിച്ചിരിച്ചു. അത് കണ്ടപ്പോ ചിത്തിരയ്ക്കും ചിരി വന്നു പോയി. അതിനെങ്ങനാ, അച്ഛൻ്റെ അല്ലേ മോൻ? ചിത്തിര മോഹനോട് കുസൃതിയോടെ പറഞ്ഞു. അയാൾ ചിരിയോടെ അവരുടെ നെറ്റിയിൽ ചുംബിച്ചു. അഗ്നി അവരുടെ റൂമിലേക്ക് കയറി. റൂം മുഴുവൻ ഇരുട്ടാണ്. ഇരുട്ട് പേടിയുള്ള കുഞ്ഞാ. അവൻ വെപ്രാളത്തോടെ പെട്ടെന്ന് ലൈറ്റിട്ടു. പക്ഷെ ജ്വാലയെ റൂമിലൊന്നും കണ്ടില്ല. അവൻ നെറ്റി ചുളിച്ചുകൊണ്ട് ബാൽക്കണിയുടെ അടുത്തേക്ക് പോയി. അവിടെ റെയിലിങ്ങിൽ കയ്യൂന്നി മുന്നോട്ട് നോക്കി നിൽക്കുന്നുണ്ട് ജ്വാല. അവിടെ ഇരുട്ടാണ്. അഗ്നി ഒന്ന് നിശ്വസിച്ചുകൊണ്ട് പതിയെ റൂമിലേക്ക് തന്നെ കയറി. ഷർട്ട് അഴിച്ചു മാറ്റി അവൻ നെറ്റിയിൽ തട്ടാതെ ശ്രദ്ധയോടെ ഒരു ടീഷർട്ട് എടുത്തിട്ടു. ജ്വാല ഇതൊന്നും അറിഞ്ഞിട്ടില്ല. അഗ്നി വീണ്ടും ബാൽക്കണിയിലേക്ക് നടന്നു. ബാൽക്കണി ഡോറ് തുറന്ന് അവൾക്ക് അടുത്തായി വന്നു നിന്നിട്ടും അവളത് അറിഞ്ഞിരുന്നില്ല. പക്ഷെ അവളുടെ ശരീരം ശക്തമായി ഒന്ന് ഉലഞ്ഞുപോയി. ആ സമയം എന്റെ മഹാദേവ, എന്റെ കുഞ്ഞ് കരയാണോ? അവൻ ആകുലതയോടെ അവളെ പെട്ടെന്ന് അവന് നേരെ തിരിച്ചു നിർത്തി. താഴെ നിന്നുമുള്ള വെളിച്ചത്തിൽ അഗ്നി കണ്ടു അവളുടെ കണ്ണിൽ നിന്നും ഒഴുകുന്ന നീർമുത്തുകൾ. അവന്റെ നെഞ്ചു വിങ്ങി. അവൻ അവളെ അലിവോടെ നോക്കി. ദേവേട്ട, അവള് തേങ്ങലോടെ വിളിച്ചു. കരയല്ലേ, അസുഖം വരുമോളെ. അവൻ അവളുടെ കണ്ണുകൾ തുടച്ചു കൊടുത്തു. എന്നോടുള്ള ദേഷ്യം മാറിയോ ദേവേട്ട? അത് ഇപ്പോഴും എന്നോട് ദേഷ്യമാണോ, വെറുപ്പാണോ എന്നെ? അത് ചോദിച്ചപ്പോഴേക്കും അവൾ വിതുമ്പിപ്പോയി. എനിക്ക് നിന്നോട് ദേഷ്യമാണെന്ന് ഞാൻ പറഞ്ഞു അതിന്? അഗ്നി അല്പം ഗൗരവത്തിൽ തന്നെ ചോദിച്ചു. ജ്വാല കയ്യിലുള്ള ടവല് വെച്ച് മൂക്ക് അമർത്തി തുടച്ചു. എന്നോട് ദേഷ്യമുള്ളതുകൊണ്ടല്ലേ ദേവേട്ടനെ ജ്വാല എന്ന് വിളിച്ചേ? അവൾ തേങ്ങി. അഗ്നി മറുപടി പറഞ്ഞില്ല. അവൻ പതിയെ മുന്നോട്ട് നടന്നു. ജ്വാല കണ്ണ് നിറച്ചുകൊണ്ട് അവനെ തന്നെ നോക്കി. അഗ്നി സ്വിഞ്ചെയറിലേക്കിരുന്ന് ജ്വാലയെ അടുത്തേക്ക് കണ്ണു കാണിച്ച് വിളിച്ചു. അവൾ അവന്റെ അടുത്തേക്ക് വന്നു. ആ ഡിംലൈറ്റ് ഇട്ടേക്ക്. അവൾ അടുത്തെത്തിയതും അവൻ പറഞ്ഞു. ജ്വാല തലയാട്ടി പെട്ടെന്ന് സ്വിച്ച് ഓണാക്കി. അവിടെ ഒരു മങ്ങിയ വെളിച്ചം തെളിഞ്ഞു. അഗ്നി അവളെ ഗൗരവത്തോടെ നോക്കി. അത് കാണുന്തോറും ജ്വാലയുടെ കണ്ണു നിറഞ്ഞു. വാ. പെട്ടെന്ന് അവൻ അവന്റെ രണ്ട് കൈകളും അവളുടെ നേർക്ക് വിടർത്തി. ജ്വാലയുടെ കണ്ണുകൾ നിറഞ്ഞൊഴുകി. നിന്ന് കരയാതെ ഇവിടെ വാടി. അഗ്നി ചിരിയോടെ അവളെ വലിച്ച് മടിയിലേക്കിട്ടു. ജ്വാല അവന്റെ മടിയിലായി ചെന്നു വീണു. അവൻ അവളെ രണ്ട് കൈകൾ കൊണ്ടും ചേർത്ത് പിടിച്ചു. അഗ്നി പതിയെ അവളുടെ നെറ്റിയിലൊന്നു മുത്തി. ജ്വാല തേങ്ങിപ്പോയി. കുഞ്ഞാ, അവൻ ആർദ്രമായി വിളിച്ചു. ആ നിമിഷം ജ്വാല പൊട്ടിക്കരഞ്ഞുപോയി. ഇന്നലെ അവനോട് മിണ്ടാതിരുന്ന നേരം മുതൽ ഇന്ന് ഈ നിമിഷം വരെ കേൾക്കാൻ കൊതിച്ചത് ഈ വിളിയാണ്. അവൾ അഗ്നിയുടെ കഴുത്തിലൂടെ കൈയിട്ട് അവനെ ചുറ്റിപ്പിടിച്ച് അവന്റെ കഴുത്തിലേക്ക് മുഖം പൂഴ്ത്തി കരഞ്ഞു. എന്റെ പൂച്ചക്കുട്ടി, നീ ഇങ്ങനെ കരയല്ലേ. നോക്ക്, ഇങ്ങനെ കരഞ്ഞാ അസുഖം വരൂട്ടോ. ഒന്നാമത് എനിക്ക് വയ്യാതിരിക്കുക. അപ്പൊ അതിനിടയിൽ നിനക്കൂടി വയ്യാതായ എന്നെ പിന്നെ ആര് നോക്കും? അവൻ വിഷമം ഭാവിച്ചു പറഞ്ഞു. ജ്വാല പെട്ടെന്ന് അവന്റെ കഴുത്തിൽ നിന്ന് മുഖമുയർത്തി കൈയുയർത്തി അവളുടെ കണ്ണുകൾ അമർത്തി തുടച്ചു. എനിക്കറിയില്ല. അവള് പുഞ്ചിരിക്കാൻ ശ്രമിച്ചു. അഗ്നി അവളുടെ കൈ പിടിച്ചുയർത്തി അതിൽ അമർത്തി ഒരു ഉമ്മ വെച്ചു. ജ്വാല നെഞ്ചിലേക്ക് തന്നെ പതിയെ കിടന്നു. അഗ്നി അവളുടെ തലയിൽ പതിയെ തലോടി കൊടുത്തു. ജ്വാല അവന്റെ മുഖത്തേക്ക് തന്നെ നോക്കി കിടക്കുന്നത് കണ്ട് അവനൊന്ന് ചിരിച്ചു. എന്തേ? അവൾ ഒന്നുമില്ലാന്ന് മൂളി. അഗ്നി അവളെ നെഞ്ചിലേക്ക് ചേർത്ത് വെച്ച് പതിയെ ഒന്ന് സ്വിങ് ചെയർ ആട്ടി. ജ്വാല അവൻ ഒന്നുകൂടെ മുറുകെ പിടിച്ചു. ജ്വാല അഗ്നിയുടെ നെഞ്ചിൽ കിടന്നുകൊണ്ട് തന്നെ പതിയെ അവന്റെ നീരുവെച്ച കവിളിൽ ഒന്ന് തൊട്ടു നോക്കി. അഗ്നിക്ക് അത് നന്നായി വേദനിച്ചെങ്കിലും അവൻ അവളെ നോക്കി ഒന്നുമില്ല എന്ന പോലെ കണ്ണു ചിമ്പിച്ചിരിച്ചു. ഒത്തിരി നൊന്തോ ദേവേട്ട? അവള് കണ്ണു നിറച്ചുകൊണ്ട് ചോദിച്ചു. ദേ, ഇനി കരഞ്ഞ എന്റെ കയ്യിൽ നിന്ന് അടി മേടിക്കൂട്ടോ നീയ്. എനിക്ക് കുഴപ്പമൊന്നുമില്ല, ഇനി അതോർത്ത് കരയണ്ട, അവൻ ഗൗരവത്തോടെ പറഞ്ഞു. അവള് തേങ്ങലോടെ മൂളി. അഗ്നിക്ക് അത് കണ്ട് പാവം തോന്നി. അവൻ അവളുടെ കരഞ്ഞു ചുവന്ന മുഖത്ത് കൈ അമർത്തി വെച്ചു. ജ്വാല അവനെ തന്നെ ഉറ്റുനോക്കി. കരയണ്ടാട്ടോ, അവൻ ശാന്തമായി പറഞ്ഞതും അവള് തലയാട്ടി. കുഞ്ഞാ, ഞാനൊരു കാര്യം ചോദിച്ചാ പറയോ നീ എന്നോട്? എന്താ ദേവേട്ട? അവള് ചോദിച്ചു. അത് എന്തിനാടാ ഇന്നലെ എന്നോട് പിണങ്ങിയേ? എനിക്ക് എന്ത് സങ്കടായിന്നോ. എന്നോട് മിണ്ടാതെ എന്നോട് ചേർന്ന് കിടക്കാതെ എന്തിനാടി നീ എന്നെ ഇങ്ങനെ കൊല്ലാതെ കൊന്നേ?
അവന്റെ വാക്കുകൾ ഇടറിപ്പോയി. ജ്വാലയുടെ കണ്ണുകളിൽ വീണ്ടും നിർമുത്തുകൾ പ്രത്യക്ഷപ്പെട്ടു. നീ ഞാൻ തൊടാതിരിക്കാനല്ലേ എന്നീന്ന് അകന്നു കിടന്ന്? അത്രയ്ക്ക് വെറുപ്പാണോ നിനക്കെന്നെ? ഞാൻ തൊടുന്നതൊന്നും നിനക്ക് ഇഷ്ടമല്ലേ? പിന്നെ നിന്നെ ചേർത്ത് പിടിക്കാൻ ഒരുങ്ങിയതാ ഞാൻ. പക്ഷെ നീ വീണ്ടും എന്റെ കൈ തട്ടിമാറ്റിയാ സഹിക്കാൻ കഴിയില്ലായിരുന്നു എനിക്ക്. അവൻ ചെയറിലേക്ക് തല ചാരി വെച്ചു. അവന്റെ മനസ്സിന്റെ വിങ്ങൽ ജ്വാല അവന്റെ മുഖത്തറിഞ്ഞു. അവന്റെ കവിളുകൾ പോലും വിറയ്ക്കുന്നുണ്ട്. ദേവേട്ട, അവൾ അവനെ നോക്കി വിതുമ്പലോടെ വിളിച്ചു. അഗ്നി അവളുടെ മുഖത്തേക്ക് നോക്കി. ഇപ്പോഴും ഞാനിങ്ങനെ ചേർത്ത് പിടിക്കണത് നിനക്ക് ഇഷ്ടല്ലേ? ദേഷ്യാവുന്നുണ്ടോ എന്നോട്? ഞാനിനി ഇങ്ങനെ സ്നേഹിക്കണ്ടേ നിന്നെ? ഇഷ്ടായതുകൊണ്ടല്ലേ? അവൻ പതിഞ്ഞ സ്വരത്തിൽ ചോദിച്ചു. അവൾ കണ്ണ് നിറച്ചുകൊണ്ട് പതിയെ അവൻ ഇരു കവിളുകളിലും കൈവച്ചു. എന്താ കുഞ്ഞാ നിനക്ക് പറ്റിയേ? ഇന്ന് ഓഫീസിൽ പോയിട്ടും എനിക്കൊരു സമാധാനം ഉണ്ടായിരുന്നില്ല. നീ എന്നോട് കാണിക്കുന്ന ഈ അകൽച്ച എനിക്ക് സഹിക്കുന്നില്ലടി. അതിനും വേണ്ടി ഞാൻ നിന്നോട് എന്തെങ്കിലും മോശമായിട്ട് പെരുമാറിയോ? അവൻ അവളുടെ കവിളിലേക്ക് കൈ ചേർക്കാനായി കൊണ്ടുപോയി. പക്ഷെ പെട്ടെന്ന് തന്നെ മങ്ങിയ മുഖത്തോടെ ആ കൈ താഴ്ത്താൻ ഒരുങ്ങി. ജ്വാല പെട്ടെന്ന് ആ കൈ പിടിച്ചെടുത്ത് അവളുടെ കവിളിലേക്ക് തന്നെ വെച്ചു. അഗ്നി അവൾ ഒന്നും മനസ്സിലാവാതെ നോക്കി. ഇങ്ങനൊന്നും പറയില്ല ദേവേട്ട, എനിക്ക് സഹിക്കണില്ല, ആകെ വിഷമം വരിക. അവൾ കണ്ണു നിറച്ച് കൊച്ചുകുട്ടികളെ പോലെ വിതുമ്പിക്കൊണ്ട് പറയുന്നത് കണ്ടപ്പോ അഗ്നിയും ആകെ വല്ലാതായി. അപ്പൊ എനിക്കോ? ഞാൻ ചെയ്ത തെറ്റ് എന്താന്ന് പോലും അറിയാതെ ഇന്നലെ ഞാൻ എന്തുമാത്രം വിഷമിച്ചു എന്നറിയോ? അവന്റെ സ്വരത്തിൽ നിറഞ്ഞു നിൽക്കുന്നത് വേദനയായിരുന്നു. ജ്വാലയ്ക്ക് അത് മനസ്സിലാവുകയും ചെയ്തു. അവൾ കവിളിൽ നിന്നും അവന്റെ കൈ പിടിച്ചു താഴ്ത്തി പതിയെ അവന്റെ നെഞ്ചിലേക്ക് ചാഞ്ഞുകൊണ്ട് അവന്റെ വയറിലൂടെ വട്ടം പിടിച്ചു. അഗ്നി അവളെ സംശയത്തോടെ നോക്കിക്കൊണ്ട് സിൻചെയറിലേക്ക് ചാരിയിരുന്നു. ജ്വാല അഗ്നിയോടെല്ലാം തുറന്നു പറയാൻ തയ്യാറായി. ദേവേട്ട, പറയൂ കുഞ്ഞ, അവൻ പറഞ്ഞു. അത് എനിക്ക് ദേവേട്ടനോട് ഒരു ദേഷ്യവുമില്ല, സ്നേഹം മാത്രമേ ഉള്ളൂ. പക്ഷെ ഇന്നലെ അങ്ങനെയൊക്കെ പറ്റിപ്പോയി. വേണമെന്ന് വെച്ചിട്ടല്ല, എൻ്റെ പേടി കൊണ്ട്. പക്ഷെ ഞാൻ ഈ മനസ്സ് ഇത്രയും നോവിച്ചു എന്ന് അറിഞ്ഞില്ലല്ലോ ഞാൻ. അവളിൽ നിന്നും ഒരു തേങ്ങൽ ഉയർന്നു പോയി. അഗ്നി കൈ ഉയർത്തി അവളുടെ പുറത്തൊന്ന് തഴുകി. ഏയ് സാരില്ല, ഇനി അതോർത്ത് കരയണ്ട. എനിക്കിപ്പോ സങ്കടമൊന്നുമില്ല കുഞ്ഞ, അവൻ പറഞ്ഞു. അത് തീത്തും ദൃശ്യം ഓരോന്ന് പറഞ്ഞിട്ട് എന്നെ പേടിപ്പിച്ചിട്ടാ ദേവേട്ട. അല്ലാതെ എനിക്കെന്റെ ദേവേട്ടനോട് ഒരു ദേഷ്യവും ഇല്ല കേട്ടോ. പക്ഷെ പേടിയാവും എനിക്ക്. അവളുടെ ശരീരം വിറച്ചുപോയി. അഗ്നി അവളുടെ മുഖം സംശയത്തോടെ പിടിച്ചുയർത്തി. അവൾ ചുണ്ട് പിളർത്തിക്കൊണ്ട് അവനെ നോക്കി. അവളുടെ പൂച്ചക്കണ്ണുകളിൽ നിറഞ്ഞിരിക്കുന്ന ഭയം. അഗ്നി അവളെ അമ്പരന്ന് നോക്കി. എന്താ അവര് പറഞ്ഞ കുഞ്ഞിനോട്? എന്തിനാ അതിന് ദേവേട്ടനോട് പേടി? അഗ്നി സൗമ്യമായി ചോദിച്ചു. ആ നിമിഷം ജ്വാല പൊട്ടിക്കരഞ്ഞുപോയി. അഗ്നി ഞെട്ടി. ഏയ് അയ്യോ, എന്തു പറ്റി കുഞ്ഞ? കരയില്ലേ? എന്താ കാര്യം പറയടാ. എന്തിനാടാ ഭാവി കരയുന്നേ? അഗ്നി ആദിയോടെ അവളോട് ചോദിച്ചു. അത് അവര് പറയാ, ദേവേട്ടൻ എന്തൊക്കെയോ ചെയ്യുന്ന്. ആ കണ്ണുകൾ അപ്പോഴും തോരുന്നില്ല. അഗ്നിക്ക് അവൾ പറഞ്ഞതൊന്നും മനസ്സിലായില്ല. എന്താടാ, തെളിച്ചു പറ, ഞാൻ എന്ത് ചെയ്യുന്ന നിന്നെ? അവന്റെ കണ്ണു ചുരുങ്ങി. അത് ദേവേട്ടൻ ഇവിടെ ഉമ്മ വെച്ചിട്ടില്ലേ? പിന്നെ ഇവിടെ ഉമ്മ വെച്ചിട്ടില്ലേ? അവൾ അവളുടെ ചുണ്ടിലും മാറിടത്തിലുമൊക്കെ തൊട്ടുകൊണ്ട് ചോദിച്ചു. അഗ്നി ഉണ്ടെന്ന് തലയാട്ടി. പക്ഷെ നെഞ്ചിടിപ്പ് എന്തിനോ വേണ്ടി കൂടിപ്പോകുന്നു. പക്ഷെ ഇവിടെ ഡ്രസ്സിന് മുകളിൽ കൂടെ അല്ലേ ഉമ്മ വെച്ചിട്ടുള്ളേ? അവൾ വീണ്ടും ചോദിച്ചതും അവൻ അതേന്ന് തലയാട്ടി. അവള് തന്നോട് എന്താണ് പറയാൻ പോകുന്നതെന്നറിയാൻ ഹൃദയം തുടികൊട്ടുന്നു. അതിനെന്താടാ, ദേവേട്ടൻ അങ്ങനെ ഉമ്മ വെച്ചത് മോൾക്ക് ഇഷ്ടായില്ലേ? അവൻ ആർദ്രമായി ചോദിച്ചു. അവള് മൂളി. പിന്നെന്താ പ്രശ്നം? അവന്റെ നെറ്റി ചുളിഞ്ഞു. അവര് പറയാ, ദേവേട്ടൻ അങ്ങനെ ഡ്രസ്സിന്റെ മോളിൽ കൂടെ മാത്രമല്ല ഉമ്മ വെക്കാന്ന്. എന്റെ ഡ്രസ്സ് അഴിക്കുന്നു പറഞ്ഞു, എല്ലായിടത്തും ഉമ്മ വെക്കുന്നു പറഞ്ഞു. പിന്നെ പിന്നെ അവളുടെ കണ്ണുകളിൽ പെട്ടെന്ന് ഭയം നിറഞ്ഞു. അഗ്നിയുടെ കണ്ണുകൾ മിഴിഞ്ഞുപോയി. പിന്നെ അവന്റെ വാക്കുകൾ മുറിഞ്ഞു. പിന്നെന്റെ ഇവിടേക്ക് എന്തൊക്കെയോ ചെയ്യുന്നു, എന്നെ കരയിപ്പിക്കൂന്ന്, അങ്ങനെ എന്തൊക്കെയോ. നിക്ക്. അവൾ അവളുടെ കൈകൾ വയറിലൂടെ താഴേക്ക് കാണിച്ച് പേടിയോടെ അവനോട് പറഞ്ഞു. അഗ്നി ഞെട്ടി. എന്റെ മഹാദേവ, അവൻ വിളിച്ചുപോയി. അവന്റെ കണ്ണ് നിറഞ്ഞു. തന്റെ മടിയിലിരുന്ന് വിറയ്ക്കുന്ന ആ കൊച്ചു പെണ്ണിനെ അടുത്ത നിമിഷം അവൻ വാരി പുണർന്ന് തന്റെ ശരീരത്തിലേക്ക് അമർത്തി. അവൾ കരഞ്ഞുകൊണ്ട് അവന്റെ കഴുത്തിലേക്ക് മുഖം പൂഴ്ത്തിവെച്ചു. അവളുടെ വിറയ്ക്കുന്ന ശരീരം ആ വിറയൽ തന്റെ ശരീരത്തിൽ അറിയുന്നുണ്ടായിരുന്നു അഗ്നി. അവൻ കണ്ണുകൾ ഇറുക്കി അടച്ചുപോയി. അതെ, പ്രതീക്ഷിച്ചതുപോലെ നടന്നിരിക്കുന്നു. അവളുമാരെന്റെ കുഞ്ഞിനെ ഓരോന്ന് പറഞ്ഞ് അഗ്നിക്ക് വല്ലാതെ വിഷമം വന്നുപോയി. ഒപ്പം അവളെ എങ്ങനെയല്ല ഒന്ന് പറഞ്ഞു മനസ്സിലാക്കിയെന്നോർക്കവേ അവന് വല്ലാതെ തളർച്ച തോന്നി. ഇത്രത്തോളം അവള് ഭയക്കണമെന്നുണ്ടെങ്കിൽ അവളുമാർ അത്രയ്ക്ക് ഇവളെ പറഞ്ഞു പേടിപ്പിച്ചു കാണില്ലേ? എന്റെ മഹാദേവ, ഞാൻ എന്ത് ചെയ്യും? എങ്ങനെ പറഞ്ഞു മനസ്സിലാക്കി കൊടുക്കും ഞാൻ ഇവളെയെല്ലാം? ഈ ഒരു കാരണം കൊണ്ടല്ലേ വിവാഹം കഴിഞ്ഞ കാര്യം പോലും ആരോടും പറയണ്ടെന്ന് ഞാൻ അവളോട് പറഞ്ഞേ. പക്ഷെ ഇപ്പോ തന്റെ നെഞ്ചിൽ കിടന്ന് കരയുന്ന പെണ്ണിനോട് അഗ്നിക്ക് വല്ലാതെ സ്നേഹം തോന്നി.
പ്രണയം തോന്നി. അവൻ പതിയെ നെഞ്ചിൽ നിന്നും അവളുടെ മുഖം പിടിച്ചുയർത്തി. ആകെ കരഞ്ഞ് ചുവന്നിട്ടുണ്ട് അവളുടെ മുഖം. കുഞ്ഞ. അഗ്നി അവളുടെ മുഖം തുടച്ചു കൊടുത്ത് അവളെ പ്രണയത്തോടെ വിളിച്ചു. അങ്ങനൊക്കെ ചെയ്യൂ ദേവേട്ട, എനിക്ക് പേടിയാ. അവളുടെ ചുണ്ടുകൾ വിറയ്ക്കുന്നു. അഗ്നി അവളെ വാത്സല്യത്തോടെ നോക്കി. ലോകം എന്താണെന്ന് അറിയാത്തൊരു കുട്ടി, സൗഹൃദമാകെ പൊന്നുവിൽ മാത്രമായി ചുരുങ്ങിപ്പോയവൾ. അവൾക്ക് എങ്ങനെ എല്ലാ കാര്യത്തിലും അറിവുണ്ടാവും? അഗ്നി കുഴഞ്ഞുപോയി. അവളുടെ നിഷ്കളങ്കമായ ചോദ്യം. എങ്ങനെ അവളെ പേടിപ്പിക്കാതെ എല്ലാം പറഞ്ഞു മനസ്സിലാക്കി കൊടുക്കും? അതാണ് അഗ്നി ആലോചിച്ചത്. അവൻ അവളെ നോക്കി പതിയൊന്ന് പുഞ്ചിരിച്ചു. ജ്വാല അപ്പോഴും അവനെ പേടിയോടെ നോക്കുകയാണ്. തുടരും.